ഗൂഡല്ലൂർ വഴി വയനാട്ടിലോട്ട് താല്പര്യമുള്ളവർക്ക് വരാം. താല്പര്യമില്ല. പോണേ ഗൂഡല്ലൂർ വഴി വയനാട്ട് വ്ളോഗൊക്കെ വരും. ഫാഷ് ചെയ്യണ്ടോന്ന് പോലെ കറക്റ്റ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പെരുതോടാടി പെരുതോടാടി അടപ്പരുത്തല്ലേ അടപ്പരുത്തല്ലേ കൊടു കൊടു കൊടു. എങ്ങനെയുണ്ട്? സൂപ്പർ. ഷൈൻഡം ജാക്കോ ഗൈസ്, ഞങ്ങളപ്പോ വയനാട് ചുരത്തിലെത്തിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? വയനാട് ചുരം കാണാം കാണാം കണ്ടറിയാം. ഇതൊക്കെ എന്താ പറയാനുള്ളത്? എന്ത് പറയാണ്? നമ്മളെവിടെയല്ലേ? ഞാനിതാ ഇവിടെ നാടുകാണി. നാടുകാണാണോ അതോ നാടുകാണിയിലാണോ? കല്യാണം കാണാൻ വരാണ്. അതിന്റെ കല്യാണോ? ആദ്യം സത്യം വരെ ആദ്യം പറയും. നമ്മുടെ നമ്മുടെ അണ്ണന്റെ നമ്മുടെ പിന്നെ ഭാര്യന്റെ ഭാര്യന്റെ അടുത്ത് പറഞ്ഞ അണ്ണിന്റെ ഏടത്തിന്റെ മകന്റെ കല്യാണം. ഓ അങ്ങനെ അതാണ് പണ്ടത്തെ ഭാര്യ. അതിനെല്ലാം നമ്മള് പോണത്. വയസ്സിനൊന്നും പറയല്ലോ. നീ കല്യാണത്തിനായിട്ട് എന്താ അതുകൊണ്ടൊക്കെ ഉള്ളത്. ഗൂഡല്ലൂർ മലയിലാണ് ഉള്ളത്. ഗൂഡല്ലൂർ മല എത്തിയിട്ടില്ല. വയനാട് മല മലയിലാണ് നമ്മളിപ്പോ എവിടേക്ക് പോണത്? നമ്മ കല്യാണത്തിന് പോകണം. നമ്മ കല്യാണത്തിന് ആന്റെ കല്യാണോ? വഹമത്തിന്റെ അക്കാന്റെ മകന്റെ. നമുക്ക് എന്താ പറയാനുള്ളത്? പറയല്ല, സുഖമാണ്. ആരിനപ്പോ? മക്കളുടെ ഒപ്പം. മക്കളെല്ലാരും ഉണ്ട്. ഞങ്ങള് ഫാമിലി എല്ലാരും ഉണ്ട്. ലിപ്സ്റ്റിക് കിട്ടുന്ന? ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. നാച്ചുറൽ ആണ്. എന്റെ എല്ലാം ഫുള്ള് നാച്ചുറൽ ആണ്. എനിക്കൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. എന്താ പറയാ, ഇനി നേരെ കല്യാണത്തിന് പോവുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, നേരെ വയനാട്ടിലേക്ക് വിടുക, രാത്രി അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, കടന്നുറങ്ങുക, സമയം ഉണ്ടെങ്കിൽ കടന്നുറങ്ങുക, പിറ്റേ ദിവസം ഫുഡ് കഴിക്കുക. പ്രകൃതി രമണീയമായിട്ട് എന്താ പറയാനുള്ളത്? മൂന്നാൾക്ക് പ്രകൃതി രമണീയമായിട്ട് എന്താ പറയാനുള്ളത്? ആന ഇറങ്ങുന്ന സ്ഥലമാണ്. സൂപ്പർ അടിപൊളി സ്ഥലമാണ്. നല്ല പ്രകൃതിയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ ഈച്ച് കോപ്പിയാണോ അതോ കാറ്റ് കോപ്പിയാണോ എന്നറിയില്ല. അണ്ണനും തമ്മിൽ ഏതാ പവർ? ഇവർക്ക് പറ്റാ അതെന്തറിയില്ലേ? നമ്മള് ഒരു വീട്ടിൽ ഡ്രസ് മാറ്റാൻ വന്നിരിക്കുകയാണ്. എവിടെ എത്തി? ഗൂഡല്ലൂർ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് കല്യാണത്തിന് കഴിക്കാം. തിന്ന പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് ഡ്രസ് മാറ്റി വന്നത് എന്തിനാണ്? തിന്നാൻ. കോമഡി അറിയില്ലേ? ബാക്കിൽ കൊറേ ആളുകൾ വരുന്നുണ്ട്. അവർക്ക് രണ്ട് മനസ്സാണ്. ഒരു മനസ്സ് വെച്ചിട്ടിരിക്കട്ടെ. ഞങ്ങൾ ലോക്കൽ ഡ്രസ് ഇട്ടുകൊണ്ട് അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ഡ്രസ് ഇടാൻ വേണ്ടി ഇവിടെ തസ്നിയക്കാന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറിയിട്ട് കാണാം. റെഡി ലുക്ക്. ഫായ്സ് ലുക്കറാ. എന്താ വീടുകളിലെ ഫിർദൗസിന്റെ വൈഫ് കല്യാണത്തിന് കല്യാണം പെണ്ണു
പ്രോപ്പർ റാവുത്തർ ബിരിയാണി. മട്ടനാ ബീഫാ? ബീഫാ? ബീഫ് ബിരിയാണി. ബീഫ് ഓക്കെ. ബ്രെഡ് ഷീറ്റ് ചിക്കൻ കൊണ്ടാട്ടം. നമ്മൾ നേരെ പള്ളിയിൽ പോകണം. നേർച്ചയ്ക്ക് പായസം. അങ്ങനെ മക്കാമിലോട്ടെത്തി. ഷക്കീർ ഷാ മക്കാം ഷെരീഫ് കല്ലടി മേൽ ഗൂഡല്ലൂർ. ഇത് പണ്ട് എൻ്റെ അത്ത ഞാൻ 5 മാസം പ്രായമുള്ളപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ 5 മാസം പ്രായമുള്ളപ്പോൾ അത്ത പറഞ്ഞ് പ്രസവിച്ചതിന് പറഞ്ഞാൽ എന്നെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വെച്ചൊരു നേർച്ച ഇന്നാണ് ആ കടം വീട്ടുന്നത്. എനിക്കിപ്പോൾ കുട്ടിയാവാനായി. ഇന്നാണ് ആ കടം വീട്ടുന്നത്. അപ്പോൾ എത്ര കാലം, 26 വർഷത്തിന് ശേഷമാണ് ആ നേർച്ച കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പള്ളിയിൽ പോയി ദുആ ചെയ്തു, ഖുർആൻ ഓതി കഴിഞ്ഞു, നേർച്ച കഴിഞ്ഞു. നേരെ ബസ്സിൽ കയറുക, വയനാട് പോവുക, റിസോർട്ട് എടുക്കുക, ചില്ല്. 50 മീറ്റർ ഇരിക്കുന്നത് വെറുതെ. 50 മീറ്റർ ഒന്നല്ല, ഏകദേശം ഒരു 10-200 മീറ്റർ ഉണ്ട്. കയറ്റം ഇറങ്ങി കയറുമ്പോഴേക്ക് ആള് വണ്ടി ഏത് മൂട്. കുന്ന് കയറി എന്താ പറയാനുള്ളത്? കുന്ന് വണ്ടി കയറി, വണ്ടി കുന്നിറങ്ങി, ഇത്ര ഉള്ളു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, കാൽ മാത്രം ഒരു ചെറിയൊരു വേദന. വേറെ പ്രശ്നമൊന്നുമില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇറങ്ങിയപ്പോ കയറിയ സുഖം ഉണ്ടായിരുന്നു? ഓ, ഇറങ്ങിയായിരുന്നു പറ്റിട്ട് കയറി നല്ല സുഖത്തിൽ കയറി. അത്താക്കം കണ്ടോ? സൂപ്പറായിട്ടുണ്ട്, കുഴപ്പമില്ല. ദുആ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു അസിൻജെ? നോട്ട് ഗുഡ്, പക്ഷെ കുഴപ്പമില്ല. അറിയോ? ഓക്കെ ബേബി. കുന്ന് ഇറങ്ങുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കേറുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ടയേർഡ്. ക്ഷീണിച്ചോ? ഫാൻ ഒന്നിട്ട് തരാൻ പറയും. മേക്കപ്പ് ഒക്കെ പോയിക്കണു. കൊച്ചു ലിപ്സ്റ്റിക് ഇടായിരുന്നു. പള്ളിക്ക് പോയതല്ലേ. ഓ, അതുകൊണ്ട് കുഴപ്പമില്ല. വെക്കടാ. നല്ല സുഖമായിരുന്നു. ദുആ ചെയ്തോ? എന്താ പ്രാർത്ഥിച്ചു? പറയാൻ പാടില്ല. കാപ്പിത്തോട്ടം. ഏറെ ഭംഗിയില്. ഏതല്ല ലുക്ക്. ഇഷ്ടംപോലെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തേയിലത്തോട്ടം കണ്ട് ഇങ്ങനെ പൂതി കയറുക, ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. വണ്ടി ഒന്ന് സൈഡാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മോനെ എന്താ ഭംഗി ഞാൻ ഭംഗിയാണ്. തേയിലത്തോട്ടം കൊള്ളാം. ഇതൊക്കെ ഇപ്പം മുറിച്ചിക്ക് തോന്നി, ഈ ഇടയ്ക്ക് 2 ദിവസത്തിൽ മുറിച്ചിക്ക് തോന്നി. എന്താ ഭംഗിയില്ലേ, വേറെ ലെവൽ. വിഷ്വൽ ബ്യൂട്ടി. This is തേയിലത്തോട്ടം. What is this? What is the purpose of this? Chai podi. Yeah. How to make chai podi? This is unda, and that is machine go to factory and process, and we need വീനീട് എന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. നീ പറ വായിച്ചു ഇംഗ്ലീഷ് ഒക്കെ പറ. അത്ര ഉള്ളൂ. ക്യൂട്ടി ഗൈസ്.
അറ്റ് ലാസ്റ്റ് നമ്മൾ വയനാട് എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി 10:10 എന്ന ഹോട്ടൽ. ഇല്ലേലും സമയം ശരിയല്ല, അപ്പൊ ഇങ്ങനെയെങ്കിലും ഒന്ന് ശരിയാവട്ടെ. 10:10 ഹോട്ടൽ എന്തേലും കിട്ടുമോ നോക്കാം. എന്തേലും കിട്ടുമോ നോക്കാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ ബസ് ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് റൂം വരുന്നത്. 4 ആൾക്ക് കിടക്കാം. ഗൈസ്, ഇന്ന് ഡേ 2 ആണ്. ഞങ്ങൾ വയനാട്ട് പോകാൻ നിൽക്കുകയാണ്. സ്റ്റേക്ക് ഓക്കെ ആണ്. ഉറങ്ങി അന്നപാട് പടായി. എണീറ്റ് ഔട്ട്ഫിറ്റ് പുതിയ ഔട്ട്ഫിറ്റാണ്. അത്രല്ല അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വരുന്നത് ചേട്ടാ. ഞങ്ങൾ ഫാൻറ്റം റോക്ക്. ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഫാൻ്റ് ആയിട്ടുള്ളത്? പുതിയ ഗ്ലാസ് ഒക്കെ വാങ്ങി. അതെ അതെ. എങ്ങനെയുണ്ട് ഗൈസ്? രമേശ് ചേട്ടൻ്റെ അടയുന്നതാണോ? രമേശ് ചേട്ടൻ്റെ അടയുന്നതാണോ വാങ്ങിയത്? ഇങ്ങനെതാ ഞാനൊന്നും ബേജാറായി. അപ്പൊ ഗൈസ്, ഞങ്ങൾ എടക്കൽ കേവ്സ് ഗുഹയിലോട്ട് വന്നിരിക്കുകയാണ്. ഫോർ ഫോട്ടോ എടുക്കൽ, സീ ദ നാച്ചുറൽ ബ്യൂട്ടി. നട്ടുച്ചൊന്നല്ല, 10 മണിയായിട്ടുള്ളൂ. ടാനടിക്കും. അതുകൊണ്ട് മാസ്ക് ഇട്ടിട്ട് സ്നാച്ച് ലുക്കായിരിക്കുന്നു. അതെ. മേലെ കേറിട്ട് വന്നിട്ട് ബാക്കിയൊക്കെ പറയാം. കേറോ നോക്കട്ടെ. എക്സൈറ്റഡ് ആണോ? നമ്മള് വന്നല്ലേ പണ്ട്. നമ്മൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടുണ്ട് കേസ്. പക്ഷെ അത് 10ാം ക്ലാസ്സിലല്ലേ? അല്ല, പ്ലസ് 2 അങ്ങനെയാണ്. അതങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളും പറയണ്ടെന്ന് വെച്ചാൽ പറയരുത്. പിന്നീട് അത് അറിയിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളാ കാലത്തൊന്നും അങ്ങനെ പറയിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ എടക്കൽ കേവ്സ് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എടക്കൽ കേവ്സിന്റെ ഹിസ്റ്ററി എന്താ അറിയോ? 6000 വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് കുറഞ്ഞു. അല്ലല്ല, 6000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യന്മാര് താമസിച്ചിരുന്നത് ഗുഹയിലായിരുന്നു. അപ്പോ ആ ഒരു ഗുഹയാണിത്. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനം. ഇത് കണ്ടുപിടിച്ചത് 1895 ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. ജോസഫ് എന്ന് എന്തോ പേരാണ്. പേരറിയില്ല. അല്ലല്ല, കാര്യമായിട്ട്. അപ്പോൾ ആ 1895 ഈ കേവ് ഇങ്ങനെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഇതൊക്കെയാണ് പൊട്ടിക്കൊച്ചി. നമ്മുടെ ഒരു പൊട്ടും കുറ്റി. അല്ലേ, തള്ളല്ല. കാര്യമായിട്ട് തള്ളല്ല. ഞാൻ തള്ളാറില്ല. അപ്പൊ അതാണ് എടക്കൽ കേവ്സ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. ജോസഫ് എന്നൊക്കെ പറഞ്ഞുള്ളതാണ്. ഹിസ്റ്ററിക്ക് പരമായിട്ട് കണ്ടിട്ട് വരാം. വെൽക്കം ടു പെട്രോൾ. എടക്കൽ കേവിലോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് 9 മണി മുതൽ 4 മണി വരെ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയല്ല, അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല കയറ്റവും അതിനനുസരിച്ച് ഇറക്കമുണ്ട്. അതെ, ഇനിയും കയറാനുണ്ട്. വിവരം അറിയിക്കാം. നല്ല രമണീയമായ സ്ഥലമാണ്. നമുക്ക് എന്താ പറയല്ലേ? സന്തോഷവാനാണോ? ഹാപ്പിയാണോ? സോമക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ്. 2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമില്ല.
ഇവിടെ നമ്മുടെ അവിടെയൊക്കെ ചക്ക സീസൺ കഴിഞ്ഞു, പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. നല്ല ചക്കാട്ടാ. ഇവിടെ വന്നതിന് പറഞ്ഞാൽ കയ്യിലുള്ള കുപ്പിയിൽ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണം, ഫോർ പ്ലാസ്റ്റിക് ഫ്രീ. എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് ഫെയർ അഡൽട്ടിന് 50 രൂപ, ചിൽഡ്രൻ എനിക്ക് 30 രൂപ ഉള്ളു. മുതിർന്നവർ 50 രൂപ, കുട്ടികൾ 30 രൂപ. മൈ മോം ഈ സ്റ്റെപ്പ് കയറി മേലെത്തണം. 300 അടി ഉണ്ട് കേട്ടോ മേലെ കാണാം. പറക്കിട്ടുള്ള കപ്പി നടന്ന് 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 പകുതി എത്തുമ്പോൾ തന്നെ ഇരിക്കുക. ഇങ്ങനത്തെ ടീംസാണ്. അടുത്തത് കാല് മൂക്കിൽ കേറി പൊങ്ങി. ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്റെ മേൽക്കൂടെ ആ കുപ്പികളും വരും. Oh. Hey, wow. Sure. ഇത്രയും സ്റ്റെപ്പ് കയറണം മേലേക്ക്. ലതിയമോൾ എന്താ പറയാ? ലതിയമോൾക്ക് എന്താ എങ്ങനെയുണ്ട് സ്റ്റെപ്പ്? നിലത്തേക്ക് പോകണം. ലതിയമോൾക്ക് നിലത്തേക്ക് പോകണം, നടക്കാൻ വയ്യ. ഞാൻ ഉണ്ട്, ബാ കയറി 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 ഓടിക്കറി. ഇല്ലേ കാല് കൂടല്ലേ. എങ്ങനുണ്ട്? ക്ഷീണിച്ചാ? നാസ്റ്റൊക്കെ ദഹിച്ചാ? എന്താ കഴിച്ച്? പൂരോ? എടാ വാവ് വാവ്. ഹായ് പറ. മൈലാഞ്ചി കാണിച്ചു കൊടുത്തേ. മൈലാഞ്ചി ആരട്ടത് കിട്ടോ? ഉമ്മട്ട മൈലാഞ്ചി. ഓടല്ലേ പോയപ്പോ 3 സ്റ്റെപ്പ് കയറി വന്ന നമുക്ക് കാണാൻ പറ്റുന്ന വയനാടിന്റെ ബ്യൂട്ടി. വാവ്. അല്ലാണ്ടൊരു കഴിവ് കാഴ്ചകൾ കാണാൻ. പിന്നെ സുന്ദരമായ സ്ഥലം. അല്ലാന്റെ ഒരു കഴിവ്. അടുത്തത് ഇവിടെയാണ് ആർക്കിടെക്റ്റ് ഒക്കെ ഉള്ളത്. വരകൾ. ഇതാണ് രാജാവിൻ്റെ ഫ്രണ്ട് ഭാഗം. കണ്ട കിരീടമൊക്കെ വെച്ചിട്ട് ഇതാണ് രാജാവിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് വന്നിട്ട് ഇത് കണ്ട കിരീടം അതിലും കണ്ട ഇതുണ്ട ഇങ്ങനെ ഒരു സാധനം രാജാവിൻ്റെ ബാക്ക് സൈഡാണ്. മനസ്സിലായാ? പിന്നെ ഇതാ അവിടെ ഒരു ആനയുണ്ട്. കണ്ട അവിടെ ആന വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അത് അവിടെ ഒരു സൂര്യൻ വരച്ചിരിക്കുന്നുണ്ട. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് പീക്കോക്ക്. പീക്കോക്ക് പറഞ്ഞാൽ മയിലിനെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരച്ചത് എപ്പോഴാണ് അറിയോ? 6000 വർഷങ്ങൾക്ക് മുന്നേ. എത്ര വർഷം മുന്നേ? 6000 വർഷങ്ങൾക്ക് മുന്നേ. അത് വരച്ചത് 3000 വർഷങ്ങൾക്ക് മുന്നാണ്. ഈ പെയിൻറ്റിങ്സ് വരച്ചത് 3000 വർഷങ്ങൾക്ക് മുന്നാണ്. അതുകൊണ്ട് അത് ഒരു വര അതാണ് ലാഡർ. ലാഡർ പറഞ്ഞാൽ എന്താണ്? ഏണി. അത് 3000 വർഷങ്ങൾക്കാണ് വരച്ചത്. അപ്പോൾ ഇവിടെ 3000 വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാരുണ്ട്, 6000 വർഷങ്ങൾക്ക് ആൾക്കാരുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ എടക്കൽ കേവ് എന്ന് പേര് വരാനുള്ള കാര്യം എന്താ പറയുക? എടക്കൽ കേവ് വരാനുള്ളത് ഇതൊരു പാറ, ഇതൊരു പാറ, അതിൻ്റെ നടുവിലൊരു പാറ ഉണ്ട്, എടക്കൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് എടക്കൽ കേവിന് ബിറ്റ്വീൻ 2 റോക്സ് എന്ന് പറയും. എന്താ പറയുക?
ബിറ്റ്വീൻ ടു റോക്സ്. Between two rocks. മനസ്സിലായോ വല്ലതും? അത്രേ ഉള്ളൂ. ഈ ഗുഹ വന്നിട്ട് ഉരുൾപൊട്ടലിൽ ഉത്ഭവിച്ച ഗുഹയാണ്. 30,000 വർഷങ്ങൾക്ക് മുന്നേ, 30,000 വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഗുഹ ഉത്ഭവിച്ചത്. അങ്ങനെ 6,000 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മനുഷ്യന്മാർ വന്നിട്ട് ഇങ്ങനെ ഒരു ഗുഹ ഉണ്ട് ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വരച്ചതാണ് അവിടെ ഉള്ളത്. ഒരു രാജാവിനും അവിടെ രാജാവ് വരച്ചിട്ടുണ്ട്, റാണി വരച്ചിട്ടുണ്ട്, പീക്കോക്ക് വരച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആൾക്കാർ വന്നിട്ട് വീണ്ടും ഇവിടെ താമസിച്ചു. അവർ എഴുതിയതാണ് ഇത്. ഇത് വന്നിട്ട് ബ്രാഹ്മൺ തമിഴാണ്. ബ്രാഹ്മൺ തമിഴ് എന്ന് പറയും. ആ മേലത്തെ എഴുതിയിരിക്കണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ പുലിവേട്ടക്കാരല്ല, പുലിവേട്ടക്കാരൻ രാജാവ്, ആ രാജാവ് വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഫസ്റ്റ് വരി. പിന്നെ അതിൻ്റെ താഴത്തെ എഴുതിയിരിക്കുന്നത് പുരാണ കാലത്തിലുള്ള ഐതിഹ്യത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ കാലത്ത് മഴ പെയ്യുമ്പോൾ ഇതാണ് ഡ്രെയിനേജ് പറഞ്ഞാൽ ടോയ്ലറ്റ്. ഇതാണ് ടോയ്ലറ്റ് പണ്ടത്തെ കാലത്ത്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണമെങ്കിൽ നിൽക്കൂല വെള്ളം. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ അതാണ് പണ്ടത്തെ ഡ്രെയിനേജ് ഉപയോഗിക്കുന്നത്. പിന്നെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ പെയിൻസിലൂടെയാണ്. അതവിടെ പീക്കോക്ക് വരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ആന വരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പല റാണിക്കുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റുമാണ്. ഇടയ്ക്കലിന് പേര് വരാനുള്ള കാര്യം എന്താണ്? 2 പാറകളുടെ നടുവിലൊരു അതുകൊണ്ടാണ് ഇടയ്ക്കലിന് പേര് വന്നത്. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചത് 1895 കാലത്ത് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ വേട്ടയാടാൻ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കേവ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്. മനുഷ്യന്മാർക്ക് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ തന്നെ ന്യൂറോളജി ടൈപ്പ് ഒന്നുള്ളൂ. അത്ര അതാണ് എൻ്റെയും ചിന്ത. വീയാണ്ട എന്താ പറയാനുള്ള ബാക്കി? എടക്കൽ കേവ് ഒരു വിടവുള്ള ഒരു ഭാഗമാണ്. ഇതിലും കൂടെ നോക്ക്. ഒന്ന് കണ്ടു മേടിക്കാനല്ല പറഞ്ഞത്. അടഞ്ഞതൊക്കെ അങ്ങോട്ട് പോയടാ. എടുത്ത് കളി. പക്ഷെ മൂക്കിന്റെ ഉള്ളിലത്തൊക്കെ പോയില്ലേ? എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. 7 മിനിറ്റ് ഉള്ളെങ്കിലും നൈസായിരുന്നു. അതാ 7 മിനിറ്റേ ഉള്ളൂ. പക്ഷെ കിട്ടും. നമ്മളവിടെ ബസ്സുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പോയിട്ട് ചീത്ത വെക്കാം. അത് സ്ഥിരം ടൂറുള്ളതാണ്. എല്ലാ ടൂറിലും 2 പേര് അവസാനം വരുന്നവരുണ്ട്. അതെ. ഒരു ചർച്ചാണ് കേട്ടോ പണ്ടത്തെ. അവിടെ ഒരു വരയൊക്കെ ഉണ്ട്, പിന്നെ കുരിശ്, അതൊരു ദൈവം. നല്ല ഉറക്കം. ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെച്ചാൽ മനോഹരമായ ഡാം, അതിനോട് ചേർന്ന് കിടക്കുന്ന പൂങ്കാവനം, പിന്നെ നമ്മുടെ കുട്ടികളുടെ പ്രായമുള്ള മുതിർന്നവർക്കും കളിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. വിശക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഫുഡ് എത്തുന്നതായിരിക്കും. അതൊക്കെ കഴിച്ചിട്ടൊരു 3 മണിയോട് കൂടിയിട്ട് നമുക്ക് ദിവാകരനെ പറഞ്ഞു വിട്ടിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് എഴുതുന്ന ടീം
കൈയാട്ടെ മീനുണ്ടോ? ഇല്ലേ, എന്ത് പറ്റി? അപ്പൊ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് കാരാപ്പുഴ ഡാമാണ്. കാരാപ്പുഴ ഡാം എന്ന് വന്നിട്ട് കുട്ടികളുണ്ട് കേട്ടോ. കാരാപ്പുഴ ഡാം വന്നിട്ട് 1977 മുതൽ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് പക്ഷെ കംപ്ലീറ്റ് ചെയ്തത് 2004 അതിന് 27 വർഷം എടുത്തിട്ടാണ് 27 വർഷം എടുത്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഒരു റീസെന്റ് പണിതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഒരു ഉണ്ടാവുന്നില്ല. എന്തായാലും കണ്ടിട്ട് വരാം. ആനക്കുട്ടിയല്ലേ അത്? അങ്ങനെ ഞങ്ങള് സിപ്പ് ലൈൻ എടുത്തു. പിന്നെ എല്ലാം എടുത്തു. ആകാശത്തിലെ ഊനാലെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അതിന്റെ ടിക്കറ്റ്. ഞാനല്ലേ പോണത്. അസിൻജ എങ്ങനെയുണ്ട്? എക്സൈറ്റഡ്. എന്റെ കൊറേ കാലത്തെ ഡ്രീമാണ് ഇങ്ങനെ പറക്കാൻ. നീ എക്സൈറ്റഡ് ആണോ? അതെ അതെ, നല്ല പോലെ. പേടിയുണ്ടോ? ബഞ്ചിങ് ജമ്പ്, അതാണ് അടുത്ത ഡ്രീം. ഇൻഷാല്ലാ റെഡി ആക്കാം. അപ്പൊ നമ്മളെ പോയിട്ട് വരാട്ടോ. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? എന്ത് സംഭവം? നെഞ്ചെടുപ്പുണ്ടോ? നിന്റെയോ? അഷ്ടംപോലെ സിപ്ലൈനില്. അൽത്താഫിന് മാത്രമേ കാണുന്നുള്ളൂ. കുരുമോള് അപ്പുറത്താണ്. പേടിച്ചിരിക്കണ കുരുമോള് പേടിച്ചിരിക്ക. അൽത്താഫ് പോട്ടു. ഒരുപാട് അവിടെ പെട്ടു. അവര് പോകണ്ടേ അവിടുന്ന്? നമ്മളവിടെ പെട്ടിട്ട് പോവാണ് അങ്ങോട്ട്. അയ്യോ പെട്ടുവാടാ. അവരവിടെ എത്ര ഉള്ളൂ? എന്താ പേര്? ഞാൻ അൽത്താഫ് എത്തി. അസ്മോൾ എത്തിയിട്ടില്ല. അസ്മോൾ അവിടെ കുടുക്കി. അയ്യോ അസ്മോൾ അവിടെ കുടുക്കി. അവിടെ കുടുങ്ങിട്ട് ആകെ ടെൻഷനായിട്ട് വെക്കായിരിക്കും. ഒറ്റയ്ക്ക് തന്നെ കാണുന്ന രസം. അത് വീട് അവിടെ നിടാ. പോരാളിയാണ്. ഞാൻ പറഞ്ഞു അവനടുത്ത് ഞാൻ നിക്കുവാടാ. എന്താ അവസ്ഥ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ വള്ളത്തിന്റെ നടുവിൽ തന്നെ പെട്ടു. വള്ളത്തിൽ വീഴോ വീടില്ല. വീണില്ല. അയാളെ രക്ഷകനായി എന്റെ അടുത്തേക്ക് വന്നു. എന്താ ഫീൽ എന്താണ്? നല്ല സുഖമുണ്ട്. പക്ഷെ സുഖമായി വരണം. ഞാൻ വന്നില്ല. ഡ്രീം കം ട്രൂ ആണ്. ഇല്ല, ഒന്നും കൂടി വരണായിരുന്നു. ഞാനും വായിച്ചതിലാ പോകുന്നത്. മൂന്നാലാടാ പൊളിച്ചിട്ട് പൈസ ഉണ്ടാവും. എക്സൈറ്റഡ് ആവും. അറിയില്ല, ഒന്നില്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. ഇതിലും ഒരേപോലെ തന്നെ. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആവും. എനിക്ക് ഹൈറ്റ് പേടിയാണ്. പക്ഷെ എന്നാലും ഞാൻ കാണും. ഇതെവിടെ? പക്ഷെ ഞങ്ങള് റെഡിയാണ് പോവാനായിട്ട്. നമ്മള് റെഡിയാണ്. അത്രേ ഉള്ളൂ. പവറേജ്. യെസ്, ഞാൻ റെഡിയാണ്.
വൈസ് റെഡി ആണോ വൈസ്? മുന്നാരാടാണ്, വലിയ വിഷയമൊന്നുമില്ല, പോയിട്ട് വരാം. എനിക്ക് ഇതുപോലെ കാക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യത്തെ ഒന്നുണ്ടല്ലോ, അതിലും മനസ്സങ്ങോട്ട് വിട്ട്. പിന്നെ ഓക്കെ, പിന്നെ അങ്ങോട്ട് വിട്ട്, പിന്നെ കമ്മിയായി. ഇവിടുന്ന് സാധനം ഇറങ്ങിപ്പോയിക്കോ. അടുത്ത റൈഡ് എങ്ങനെ എക്സൈറ്റഡ് ആണോ? എല്ലാം കേറണേ. ഫസ്റ്റ് പോയി, ഫസ്റ്റത്തെ സീൻ ഇട്ടാ കുഴപ്പമില്ല. അതാണ് സാധനം പൊളിച്ചിട്ട് അത് വേറെ, നിങ്ങൾക്ക് വേറാണ് VR-ന്. നല്ല അടിപൊളി, നല്ല വ്യൂ ആയിരുന്നു. അടിപൊളിയായിരുന്നേ. ഡാം മൊത്തം കണ്ടില്ല നമ്മള്. ഗൈസ്, മൊത്തത്തിൽ ഞങ്ങൾ മുഞ്ചി. ഞങ്ങൾ ഡാമിൽ പോയി, അത് കണ്ടല്ലോ, വീഡിയോ കണ്ടല്ലോ. പക്ഷെ അതിനുശേഷമുള്ള പരിപാടി എല്ലാം മുഞ്ചി. കാരണം ഇവിടെ 4:30 എല്ലാം ക്ലോസ് ചെയ്യും. വേറെ എവിടെ പോകാൻ പറ്റില്ല. 5:45. വെറുതെ ഞാൻ പനീനൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനായിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അടുത്തത് കോഴിക്കോട് ബീച്ചിലോട്ട് പോകാന്നുള്ള പ്ലാൻ ഉണ്ട്. ചോര ചോരല്ലാണ് ഭംഗി. അപ്പൊ നമ്മള് കോഴിക്കോട് എത്തി. പക്ഷേ മഴ ചതിച്ചു. മഴ ചതിച്ചു. ഇപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ ബീച്ച് സൈഡ് കാണാം എന്ന് പ്രതീക്ഷിക്കാം. എന്താ പറയാനുള്ളത്? നല്ല മഴ, നല്ല മഴ. നമ്മള് വന്ന ടൈം ശരിയല്ല അല്ലേലും, അത് വേറെ കാര്യം. പക്ഷെ തളരുകയില്ല. കോട്ടിട്ടെങ്കിലും എന്ത് ചെയ്യും, കടല് കാണാൻ ഇറങ്ങും. പക്ഷെ ഒരു മനുഷ്യനില്ല കേട്ടാ. കാറ്റ്, അസല് കാറ്റ്. നൈസ്. ഏത് മൂഡില്ലേ? വാവ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. ഞാൻ കൊറേ ദിവസമായി വരണം വിചാരിക്കും. പക്ഷെ എപ്പോഴാ പറ്റണത്? പക്ഷെ വന്നത് രാത്രി ആയിപ്പോയി, നല്ല മഴയുണ്ട്. പക്ഷെ നമ്മൾ തളരില്ല. റെയിൻ കോട്ട് ഇട്ട് വന്നു. കടലുമ്പോ കുറച്ച് ടറാണ്. എന്നാ നമുക്ക് അത് ചെയ്യാം. അമ്മോ, നല്ല ഇടിവോട്ടുണ്ട്. സീൻ ഇടിവോട്ടലാണ്. പേടിയില്ല. പേടിയുണ്ടോ? കടലമ്മ സീനാണ്. കടലുമ്പോ നല്ല ടറാ. അത്രേ ഉള്ളു. പേടിക്കണ്ട, ഞാനുണ്ട്. എനിക്ക് നീ ഉണ്ട്. പ്രവീൺ പ്രണവ് ഇതൊക്കെ കഴിക്കണത്തേക്ക് തിന്നാൻ തോന്നുന്നു നമുക്ക്. പ്രവീൺ പ്രണവ് അതാരാ? അത് ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്. മതി യൂട്യൂബറാണ്. ഒരു യൂട്യൂബറിനെ പറ്റിയാ പറഞ്ഞു കേട്ടോ. ഐ ഡോണ്ട് നോ. വെള്ളം അപകടം പിടിച്ച സാധനമാണ്. സമയം രാത്രിയാണ്. വെള്ളത്തോട് തീയിനോട് നമ്മൾ ഒരിക്കലും നമ്മൾ കളിക്കാൻ പാടില്ല. കടൽ എങ്ങനെയുണ്ട് കണ്ടിട്ട്? എന്താ പറയാനുള്ളത്? ഇതൊരു നല്ലൊരു ഇതായി തോന്നുന്നു. നിന്റെ ഇതൊന്ന് വിട്. ബീച്ചിനെ പറ്റി ഒന്ന് പറ. ബീച്ചിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുപോലെ വെള്ളം കേറുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ
ഷെഡിയാണോ ബോട്ടാണോ? ബോട്ടിൽ ഷെഡിയുണ്ട്. ഓ അങ്ങനെ. എന്താണ് ഐസ് വെറൈറ്റി? ചെറിൻ്റെ ഐസ് വെറൈറ്റി എന്നൊക്കെ പറയും. കസ്കസ് ഗായ്സ്, നല്ല മഴ. മഴ തോർന്നുണ്ട് തോന്നുന്നു. മഴ തോരുക. കടയിൽ പോയപ്പോ കോട്ട് കഴിഞ്ഞു. പാവം എന്റെ ചക്ക പടയും പിടിച്ച് നിൽക്കാണ്. കണ്ണടയെ കിട്ടണ ഏതാ ലുക്ക്. അതെ ഏതാല്ലേ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ഞാൻ കോട്ടിട്ട് ബീച്ചിൽ ഇറങ്ങണം. മോനെ സീനിട്ടാ. അത്രയുള്ളൂ. കുഴപ്പമില്ല. എൻജോയ് ദി മൂഡ്. മേത്തേക്ക് കയറി വരുന്നുണ്ട്. പാൻറ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ. നല്ല വൈബാണ് കേട്ടോ. മൊത്തത്തിൽ കൊള്ളാം. അതുവരെ ഒന്നും പോകാൻ പാടില്ല. ഇത് കുട്ടികളെക്കാട്ടി അപ്പുറമാണത്. തള്ളയാണ് അത്ര തള്ള. അങ്ങനെ പറയരുത്. ഓക്കെ, അങ്ങനെ പറയില്ല. എങ്ങനെയുണ്ട്? എന്താ അടിപൊളി. നല്ല പിണ്ടിയായി. എന്നാലും കുഴപ്പമില്ല. ലെറ്റ്സ് എൻജോയ്. ഓടി. മതി. പായസ് മൊയിലേറിനെ പോലുണ്ട്. പായസിനെക്കാളെ മൊയിലേര് പോലുണ്ട്. മൊയിലേര് പായസ്. കൊള്ളാം. നൈസ് വൈബ്. അടിപൊളിയായിട്ട്. എവിടെ നടക്കാം? മഴയത്ത് കടലിലൂടെ നടക്കാം. പനി പിടിച്ചു. ക്യാബിടെ പനി വരും. സ്കൂളിൽ പോകാനുള്ള അതിന് മടിയടിച്ചിരിക്കുന്നു. എന്താ പറയാനുള്ളത് കണ്ടിട്ട്? ഇതാണ് വൈബ്. അത്രയുള്ളൂ. ഏത് മൂഡ് വന്നതിന് വെറുത്തില്ലേ? ആ പച്ച കളർ എന്റെ ഉമ്മയാണ് കേട്ടോ. ശ്രദ്ധിച്ചു ചോദിക്കാം. എന്താ ഉദ്ദേശം എനിക്കറിയില്ല. അങ്ങനെ കുറെ ചാടുണ്ട്, കുറെ നടക്കുന്നുണ്ട്. ഒരേ മൂടല്ല. പേടിയുണ്ടോ? പേടിയില്ല. ഒരിക്കലില്ല. ചെക്കിമ ഒരേ മൂഡിലാണ്. ചെക്കിമാർക്ക് വെള്ളം കണ്ട ഭ്രാന്താണ്. ഇത് കടലിലാണ് ഇപ്പൊ. കടലാണ് നല്ല മഴ. ഏതാണ്? തീരെ കുളിച്ചിട്ടുണ്ട പോലെ. ഫൈസ് ബ്രോ. എന്ത് കോഴിക്കുഞ്ഞാണോ? അസ്ലക്കുട്ടിയെ ലുക്കാനാട്ടോ അസ്ലക്കുട്ടി. കടലൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങള് വല്ല പോവാണ് പാലക്കാട്ടോട്ട്. തിരിച്ച് പാലക്കാട്. കൊള്ളാം. എൻജോയ് ചെയ്തു നല്ലോണം. മഴ ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഓക്കെ ബൈ.